നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ കണ്ണീരായി ചൂരൽമലയും മുണ്ടക്കയും മാറുകയാണ്. ഉരുൾപൊട്ടൽ ദുരിതത്തിൽ മരണം 277 കടന്നിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 240 പേരെ കാണാതായെന്നാണ് അനൌദ്യോഗിക വിവരം. രാവിലെ ചാലിയാറിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചാണ് മൂന്നാം നാളിലെ തെരച്ചിൽ നടക്കുന്നത്. 15 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇന്നലെ രാത്രി മുണ്ടക്കയിൽ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും എത്തിക്കും. 82 ദുരിതാശ്വാസ ക്യാമ്പുകളായി 8302 പേരാണുള്ളത്. സൈന്യം നിർമ്മിക്കുന്ന ബെയിലി പാലം ഇന്ന് പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം പല ഭാഗത്തു നിന്നും വയനാട്ടിലേക്കുള്ള സഹായങ്ങളും വർദ്ധിക്കുകയാണ്. ഇനി 3 ദിവസത്തേക്ക് വയനാട്ടിൽ സൗജന്യ ഇന്റർനെറ്റ് SMS ടോക്ക് ടൈം പാക്കേജിന്റെ കാലാവധി കഴിഞ്ഞവർക്കടക്കം പുതിയ ഓഫർ ബാധകമാണ്. ഇവർക്കെല്ലാം സൗജന്യമായി ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് എയർടെൽ രംഗത്ത് വരികയാണ്. കൂടുതൽ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് കസ്റ്റമേഴ്സിനും എയർടെൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോസ്റ്റ് പെയ്ഡ് ബില്ല് അടയ്ക്കാൻ വൈകുന്നവർക്കും ഇളവ് നൽകി. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഈ ഒരു വളരെ ദുഃഖത്തോടു കൂടി കടന്നു പോകുന്ന ഈ ഒരു സമയത്ത് ഇത്തരം ഓരോ സഹായങ്ങളാണ് ഓരോ കമ്പനികളടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അതേസമയം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് പുലർച്ചെയോടെ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വരെ രക്ഷാപ്രവർത്തനം നീണ്ടു നിന്നിരുന്നു. ഉരുൾപൊട്ടലിൽ ഇതുവരെ 277ഓളം മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തിരിച്ചറിഞ്ഞവരിൽ 96 പേരിൽ 22 പേരും കുട്ടികളാണ്. മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായുള്ള ഉപകരണങ്ങൾ എത്തിക്കുന്നതിന് നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാകുമെന്നാണ് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വയനാട്ടിൽ സർവകക്ഷി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ACC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തും. വയനാട്ടിന് പുറമെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഴ കുറയുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് യെല്ലോ അലർട്ട് മാത്രമാണുള്ളത്. വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയതിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 192, 45, ദുരന്ത നിവാരണ നിയമത്തിലെ 51 എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ്. സാമൂഹ്യ മാധ്യമമായ എക്സിൽ കോഴിക്കോടൻസ് 2.0 എന്ന പ്രൊഫൈലിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിച്ചത്. ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇതിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കി. അതേസമയം മുണ്ടക്കയിലുണ്ടായ മണ്ണിടിച്ചിൽ 3-ാം ദിവസം ദൌത്യം തുടങ്ങിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം മുണ്ടക്കൈ ഭാഗത്തേക്ക് രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്കൊപ്പം ഡോഗ് സ്ക്വാഡുമുണ്ട്. രാത്രിയിൽ നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് ഇന്ന് അതിരാവിലെ തന്നെ അവിടെ വീണ്ടും പുനരാരംഭിച്ചത്. മുണ്ടക്കയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോഴും 240ഓളം പേരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അവർക്കായുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ വീടുകളിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സംശയം.